ആശ്രയമില്ലാതെ അലഞ്ഞ വയോധികന് അഭയമൊരുക്കി പന്തളം ജനമൈത്രി പോലീസ്. ബന്ധുക്കൾ ഉപേക്ഷിച്ച് കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ച 62-കാരൻ ഗോപൻ ചേട്ടൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഗോപകുമാറിനാണ് പന്തളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സംരക്ഷണം ഒരുക്കിയത്. കുളനട ഗ്രാമപഞ്ചായത്തിലെ മാന്തുക മേലേതിൽ വീട്ടിൽ നാരായണപിള്ളയുടെ മകൻ ആണ് ഗോപകുമാർ. പന്തളം ജനമൈത്രി പോലീസ് ഇദ്ദേഹത്തെ ഏറ്റെടുത്ത് കിടങ്ങണ്ണൂരുള്ള അഗതി മന്ദിരത്തിൽ എത്തിച്ചു. 20 ദിവസമായി കുളനട മാർക്കറ്റിലെ പെട്ടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം കടത്തിണ്ണയിലായിരുന്നു ഇദ്ദേഹം. ഇടതുകാലിൽ വലിയ മുറിവ് വന്ന് പഴുത്ത് പുഴുവരിച്ച നിലയിലായിരുന്നു. ഭക്ഷണവും മരുന്നും ആശ്രയവും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഇദ്ദേഹത്തിന്റെ ദുരവസ്ഥ വാർഡംഗമാണ് പന്തളം ജനമൈത്രി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പന്തളം SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസ് എത്തി ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെങ്കിലും അവരാരും ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് കിടങ്ങണ്ണൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ബന്ധപ്പെടുകയും ജനമൈത്രി ബീറ്റ് ഓഫീസർ S. അൻവർ ഷാ, ASI-മാരായ മഞ്ജുമോൾ, ബീന എന്നിവരുടെ നേതൃത്വത്തിൽ കരുണാലയം അഗതി മന്ദിരത്തിൽ എത്തിച്ചു. കരുണാലയം ഭാരവാഹികളായ അബ്ദുൽ അസീസ്, ധന്യ എന്നിവരെ ഇദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തളം. അറിഞ്ഞില്ലേ? വേനാട് പ്രവാസി സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇളമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊടുമൺ, ഏനാത്ത്, അടൂർ പാർത്ഥസാരഥി ജംഗ്ഷൻ, റവന്യൂ ടവർ ഗ്രൗണ്ട് ഫ്ലോർ എന്നിവിടങ്ങളിലെ ജൻ ഔഷധികളിലും 10 മുതൽ 85% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കപ്പെടുന്നു. ജൻ ഔഷധി.